നമ്മളെല്ലാവരും കാറ് വാങ്ങിക്കുന്നതിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു ഇമോഷണൽ കണ്ടന്റ് അതിൽ കയറി വരാറുണ്ട്. അതിൽ ഇമോഷണൽ മാറ്റി നിർത്തിയ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഒരു പുതിയ കാറ് വാങ്ങിക്കുമ്പോഴും ഒരു യൂസ്ഡ് കാറ് വാങ്ങിക്കുമ്പോഴുള്ള എന്തെല്ലാം രീതിയിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെ സ്റ്റോക്കിൽ നിന്നുള്ള ഒരു X4 വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കാം. ഞങ്ങളുടെ കയ്യിൽ 2022 മോഡൽ X4 അവൈലബിൾ ആണ്. ഈ കാറ് ഞങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ പുതിയതിൻ്റെ വില ഏകദേശം 1 കോടി സംതിങ് ആണ്. ഈ വാഹനം പ്രിയോണ്ടും പുതിയത് എടുക്കുന്നതിലുള്ള വ്യത്യാസം, നമ്മൾ ഒരു ലോൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 10 lakh rupees ഡൗൺ പേയ്മെൻറ്റ് വെച്ച് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു താരതമ്യം പറയുകയാണെങ്കിൽ 90 ലക്ഷം രൂപയാണ് പുതിയ കാറിന് വരിക, 58 ലക്ഷം രൂപയാണ് പ്രിയോണ്ടിന് 10 lakh കിഴിച്ചിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന എമൗണ്ട്. ന്യൂ കാറും പ്രിയോണ്ട് കാറും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പുതിയ കാർ ഒരു 8.5%, പ്രിയോണ്ട് കാറ് ഓൾമോസ്റ്റ് ഒരു 10%, 1.5%, 2% ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു 5 വർഷത്തേക്ക് ഇതിൻ്റെ EMI ചെയ്യുകയാണെങ്കിൽ മന്ത്ലി EMI ന്യൂ കാറിന് 1,81,000 രൂപയും പ്രിയോണ്ടിന് 1,23,000 രൂപയാണ്. ഒരു മാസം നമുക്ക് അതിലൂടെ 58,642 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു 3 വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ 58,642 ഇൻറ്റു 3 ഇയർ എന്ന് പറയുന്ന EMI നമ്മൾ അടച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 21 lakh പ്ലസ് 21,11,000 സംതിങ് ഒരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഇതിൽ സേവ് ചെയ്യുന്നതിൻ്റെ ഡിപ്രിസിയേഷൻ എമൗണ്ടാണ്. ഒരു പുതിയ കാർ എടുത്ത് ഒരു 2-3 വർഷം കഴിയുമ്പോൾ ആവറേജ് ഒരു 35% ഡിപ്രിസിയേഷൻ വരുമ്പോൾ അത് വിൽക്കുന്ന സമയത്ത് 1 കോടിക്ക് വാങ്ങിയത് നമ്മൾ 65 ലക്ഷത്തിന് വിൽക്കുന്നു, 68 ലക്ഷത്തിന് വാങ്ങിയത് നമ്മൾ 44 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. അതിൽ ഏകദേശം നമ്മൾ, അതായത് 35 ലക്ഷം രൂപ പുതിയ കാറിൽ നമുക്ക് ഡിപ്രിസിയേഷൻ വരും, 23 ലക്ഷം രൂപ നമുക്ക് പ്രീ ഓണ്ടിലും ഡിപ്രിസിയേഷൻ വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 11,20,000 രൂപ ആ വകുപ്പിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ ഒരു 32,31,000 സംതിങ് രൂപയുടെ സേവിങ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരാൾ 1 കോടി രൂപ മുടക്കുന്നതിന് പകരം 68 ലക്ഷം രൂപ മുടക്കി ബാക്കിയുള്ള 32 ലാഖിന് ഒരു ബിസിനസ്സിലോ, ബിസിനസ്മാൻമാരാണെങ്കിൽ അവരുടെ ബിസിനസ്സിലോ, അല്ലെങ്കിൽ വല്ല SIP, SIPയിലൊക്കെ ഏറ്റവും കുറഞ്ഞൊരു 15% ആനുവൽ ഇതിൽ വെക്കുകയാണെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ ഈ 32 ലാഖ് എന്ന് പറയുന്നത് ഒരു 50 ലാഖ് അല്ലെങ്കിൽ 49 ലാഖ് സംതിങ് ആയിട്ട് മാറുന്നത് കാണാം. അപ്പോൾ ആ ഇനത്തിൽ നമുക്കൊരു 14,40,000 രൂപയും കൂടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഒരു പുതിയ കാറ് BMW X4 കമ്പനിയിൽ നിന്ന് എടുത്ത് 3 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് എടുത്ത് വിൽക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 46 ലക്ഷം രൂപ അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് വിത്തിൻ 3 ഇയറിൽ. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ ചോദിക്കും, പുതിയ കാറാണ്, കംപ്ലൈൻറ്റ് വരില്ല, അല്ലെങ്കിൽ അതിന് മെയിൻ്റനൻസ് ഇല്ല, വാറണ്ടി ഉണ്ട്. ഇതേപോലെ പ്രീ ഓണ്ടിനും നമുക്ക് വാറണ്ടി ഓപ്ഷൻസും പുതിയ ഒരു കാർ എടുക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ 3 വർഷം പരിചരിക്കുമ്പോൾ എന്തെല്ലാം വാറണ്ടികൾ അവൈലബിൾ ആകും, അതേ വാറണ്ടി നമുക്ക് 3 വർഷം പഴക്കമുള്ള വണ്ടിക്ക് വീണ്ടും ഒരു 3 വർഷത്തേക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താലും, ഇനി എക്സ്ട്രാ ഒരു എമൗണ്ട് നമ്മൾ അധികം ഇട്ടാലും, എന്തായാലും ഒരു ടോട്ടൽ ഒരു 40 ലക്ഷം രൂപ നമുക്ക് 1 കോടിയുടെ ഡീലിൽ 3 വർഷം കഴിഞ്ഞ് സേവ് ചെയ്യാൻ പറ്റും. ഇത് 2 കോടി 5 കോടി ആകുമ്പോൾ ഇത് പെർസെൻറ്റേജിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എമൗണ്ടിൻ്റെ വലുപ്പം വളരെ കൂടുതലാണ്. അതേപോലെ ഇത് നമ്മളൊരു ബഡ്ജറ്റ് കാറിൽ വരികയാണെങ്കിലും ഇതേ സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് വാറൻ ബഫറ്റിനെ പോലെയുള്ളവരൊക്കെ പ്രീ ഓൺഡ് കാറുകൾ ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യലി തിങ്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വീഡിയോ. ഇമോഷണലി നമുക്ക് ബൈ ചെയ്യുന്നവർക്ക് പുതിയ കാർ എടുക്കണം. ഞങ്ങൾക്കൊരിക്കലും ഒരു പ്രീ ഓൺഡ് കാർ നിർമ്മിക്കാൻ പറ്റില്ല. പുതിയതേ എടുക്കൂ എന്ന ഉറപ്പുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രീ ഓൺഡ് കാറ് മാർക്കറ്റിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പുതിയത് എടുക്കുന്നവർക്ക് അത് പുതിയത് എടുക്കാം. പക്ഷേ വേൾഡിൽ 1:4 എന്ന റേഷ്യോയിലാണ് ഇന്ന് ന്യൂ കാറും പ്രീ ഓൺഡ് കാറും മാർക്കറ്റ് നടക്കുന്നത്. ഇത് ഇന്ന് ഇന്ത്യയിൽ 1:1.5 എത്തിയിട്ടുള്ളൂ.
ഒരു 1:4 എന്ന ഒരു ബൂമിങ്ങിലോട്ട് പ്രിയോണ്ട് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സാമ്പത്തിക ശാസ്ത്രം. ഇതുകൂടാതെ മറ്റനവധി ബെനിഫിറ്റുകൾ ഒരു പ്രിയോണ്ട് കാറിലുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. താങ്ക് യു.